പാരീസിൽ പോണം നമുക്ക്. പാരീസ് അത് പൊളിക്കുന്നതിന് മുന്നേ അവിടെ പോണം. ഏതാ പൊളിക്കാൻ പോകുന്നത്? ഐഫിൽ ടവർ തകർക്കാൻ പോകുന്ന എന്തോ മീൻസ് അത് ഇതാക്കാൻ പോവാന്ന് പറഞ്ഞു. ഷൂ അത് വിളിക്കുന്നതിന് മുന്നേ അല്ല നമ്മുടെ ഒക്കെ ഒരു ഡ്രീം. അത് കുറെ വർഷം മുന്നേ പണിത് വെച്ചത്, സത്യം എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. കുറെ വർഷം മുന്നേ ഉള്ളതായതുകൊണ്ട് അതിന്റെ ഡേഞ്ചറസ് ഉള്ളതുകൊണ്ട് അത് കഴിക്കാൻ പോകണോ. എനിക്ക് ഇപ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോ ഒത്തിരി പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. നമ്മളിപ്പോ നങ്കൈ എന്ന് പറഞ്ഞ നങ്കൈ ആ സോങ്ങില് കുറെ ഫോറിൻ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ പെർഫോം ചെയ്തിരുന്നു. അപ്പൊ അത് കാണുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലേ. പിന്നെ ഹിപ്ഹോപ്പ് കൾച്ചറിൽ ന്യൂയോർക്കിനെ കുറിച്ച് നമ്മൾ അറിയണതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ അമേരിക്കയിൽ പോയി ആ ന്യൂയോർക്ക് ടൈം സ്ക്വയറിൽ പോയിട്ട് ആ സ്ട്രീറ്റിൽ ഞാൻ രാവിലെ വരെ നടന്നു. സ്വാസി ഉണ്ടായിരുന്നു. വെളുപ്പ് വരെ, രാത്രി പോയിട്ട് രാവിലെ വരെ നടന്നു. അവിടെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കാണാൻ, അവിടെ ഡാൻസ്, ഒരുപാട് ആർട്ടിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് ആയിരുന്നു അത്. അപ്പൊ അത് ഭയങ്കര ഒരു ഫാന്റസി വേൾഡ് ആയിരുന്നു. കുറെ പുറകിലോട്ട് നമ്മൾ പോയി. നമുക്കിപ്പോ ഞാൻ എന്റെ സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ 6th സ്റ്റാൻഡേർഡിൽ തന്നെ ഒരു ചെറിയ ടെമ്പിൾ പ്രോഗ്രാം നടക്കുമ്പോ ഒരവസരത്തിന് വേണ്ടി അതിന്റെ ബാക്ക് സ്റ്റേജിൽ പോയി നിന്നിട്ട് അവിടുത്തെ ടീച്ചറോട്, ടീച്ചറെ എനിക്ക് ഒരു ചാൻസ് തരുമോ ചോദിച്ചിട്ടില്ല മോനെ, ഇത് ഞങ്ങൾ നടത്തുന്ന പ്രോഗ്രാം ഇവിടെ ചാൻസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഞാനൊരു ചാൻസിന് വേണ്ടി ഇങ്ങനെ നിന്നിട്ട് എൻഡ് കഴിയാറാവുമ്പോഴാണ് ആ ടീച്ചർ ഓടി വന്നിട്ട് മോനെ ഒന്ന് കേറോ, ഒരു കുട്ടി സെയിം കുട്ടി 2 ഡാൻസിലുണ്ട്, അപ്പൊ ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ, മോൻ കേറോ ഒന്ന്